നമസ്കാരം. ഇറാനുമായി ചർച്ച നടത്തുകയാണെന്ന് അവകാശപ്പെടുമ്പോഴും ട്രംപ് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന സംശയം ഒരിക്കലും തള്ളിക്കളയാനാകില്ല. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുമ്പോഴും യുദ്ധസജ്ജമായ സൈനിക വിന്യാസം മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക 2000 കരസൈനികരെ കൂടി അയക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇത്തരം ഒരു ആശങ്കയ്ക്ക് കാരണം. അമേരിക്കൻ സൈന്യത്തിലെ അതിവേഗ പ്രതികരണ വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിലെ സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാൻ US തയ്യാറെടുക്കുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ലെങ്കിലും ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാരാട്രൂപ്പർമാർ ഉൾപ്പെടെയുള്ള റാപ്പിഡ് റെസ്പോൺസ് വിഭാഗത്തെ ഉടൻ തന്നെ അവിടേക്ക് അയച്ചേക്കുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സൈന്യത്തിലെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു ബറ്റാലിയൻ സൈനികരും ഡിവിഷൻ സ്റ്റാഫുമാണ് ആദ്യഘട്ടത്തിൽ പുറപ്പെടുന്നത്. 18 മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും എത്തിച്ചേരാൻ ശേഷിയുള്ളവരാണിവർ. ഏകദേശം 3000 സൈനികരടങ്ങുന്ന അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു ബ്രിഗേഡാണ് IRF. ഡിവിഷൻ കമാൻഡർ മേജർ ജനറൽ ബ്രാൻഡനാർ ടെക്ടമെയിൻഡറിന്റെ നേതൃത്വത്തിലാണ് സൈന്യം പുറപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഇതേ ബ്രിഗേഡിൽ നിന്നും കൂടുതൽ സൈനികരെ അയച്ചേക്കാമെന്നാണ് പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 82ാം എയർബോൺ ഡിവിഷനിലെ പാരാട്രൂപ്പർമാർക്ക് വെറും 18 മണിക്കൂർ മുൻകൂട്ടി അറിയിപ്പ് നൽകിയാൽ എവിടെയും വിന്യസിക്കപ്പെടാൻ സാധിക്കും. ശത്രു രാജ്യത്തിന്റെ ഭൂപ്രദേശങ്ങളിൽ പാരച്യൂട്ട് വഴി ഇറങ്ങി വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ പാലങ്ങൾ അല്ലെങ്കിൽ സമാനമായ തന്ത്രപ്രധാനമായ ഇടങ്ങൾ പിടിച്ചെടുക്കാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US മറീനുകളെ പിന്തുണയ്ക്കാനും ഇറാന്റെ ഖാർഗ് ദ്വീപ് പോലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കാനും ഈ സൈനികരെ US ഉപയോഗിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലൈറ്റ് ഇൻഫൻട്രി വിഭാഗത്തിൽപ്പെട്ടവരാണ് 82ാം ഡിവിഷനിലെ സൈനികർ. അതായത് ഇവർക്ക് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുമെങ്കിലും തുടക്കത്തിൽ വലിയ യുദ്ധ ടാങ്കുകളോ കനത്ത ആയുധ ശേഖരം ഒന്നും തന്നെ ഇവരുടെ പക്കൽ ഉണ്ടാകില്ല. പകരം വേഗത്തിലുള്ള ശത്രുവിനെ ഞെട്ടിക്കുന്ന നീക്കങ്ങളിലൂടെയും പിന്നാലെ എത്തുന്ന മറ്റ് സൈനിക വ്യൂഹങ്ങൾ എന്നിവയെ ആശ്രയിച്ചുമാണ് ഇവർ യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ ഇവരുടെ വിന്യാസം വലിയൊരു വഴിത്തിരിവായേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ 2000-ലധികം സൈനികരടങ്ങുന്ന 31st മറൈൻ എക്സ്പെഡീഷണറി യൂണിറ്റിനെ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും മറ്റു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ രണ്ട് വിഭാഗങ്ങളും ഒരേ സമയം ചേർന്ന് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. മറൈൻ സൈനികർ ആദ്യഘട്ട ആക്രമണങ്ങൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾ പിടിച്ചെടുക്കുന്നതിനോ നേതൃത്വം നൽകുമ്പോൾ 82ാം ഡിവിഷനിലെ പാരാട്രൂപ്പർമാർ ആ പ്രദേശം സുരക്ഷിതമാക്കുകയും നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്യും. അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും മികച്ചതും യുദ്ധസജ്ജവുമായ വിഭാഗങ്ങളിലൊന്നാണ് 82ാം എയർബോൺ ഡിവിഷൻ. ഇവരെ ഓൾ അമേരിക്കൻ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. 1917 രൂപീകൃതമായ ഈ ഡിവിഷൻ 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും ഐതിഹാസികമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ചവരാണ്. ലോകത്തെവിടെയും ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അതിവേഗം ഇടപെടാനും വ്യോമമാർഗമുള്ള നീക്കങ്ങൾ നടത്താനുമുള്ള വൈദഗ്ധ്യമാണ് ഇവരുടെ പ്രത്യേകത. ഈ ഡിവിഷന് കീഴിൽ ഒന്നിലധികം ബ്രിഗേഡ് കോമ്പാക്ട് ടീമുകൾ, ഏവിയേഷൻ സപ്പോർട്ട്, ആർട്ടിലറി, ലോജിസ്റ്റിക് യൂണിറ്റുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. 2-ാം ലോക മഹായുദ്ധകാലത്തെ D-Day വിന്യാസമാണ് ഇവർക്ക് ഏറ്റവും വലിയ ഖ്യാതി നേടിക്കൊടുത്തത്. 1944 ജൂൺ 6 പുലർച്ചെ ഓപ്പറേഷൻ ഓവർലോഡ് എന്ന ദൗത്യത്തിന്റെ ഭാഗമായി നോർമണ്ടിയിലെ ജർമ്മൻ സൈന്യത്തിന്റെ പിൻനിരയിലേക്ക് ഈ ഡിവിഷനിലെ ഏകദേശം 6400 പാരാട്രൂപ്പർമാർ വിമാനത്തിൽ ചാടിയിറങ്ങിയിരുന്നു. ഈ അതിസാഹസികമായ നീക്കത്തിനിടെ ഡിവിഷന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ചിതറിപ്പോയ ചെറിയ സൈനിക ഗ്രൂപ്പുകൾ വീണ്ടും ഒന്നിക്കുകയും സൈൻമേരെ എഗ്ലിസ് പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ജർമ്മൻ സൈന്യത്തിന്റെ തിരിച്ചടികളെ തടയുകയും ചെയ്തിരുന്നു. നോർമണ്ടിയിൽ യാതൊരു വിശ്രമവുമില്ലാതെ തുടർച്ചയായി 32 ദിവസമാണ് അന്ന് ഈ സൈന്യം പോരാടിയത്. 2-ാം ലോക മഹായുദ്ധത്തിലെ ഓപ്പറേഷൻ മാർക്കറ്റ് ഗാർഡൻ, ബാറ്റിൽ ഓഫ് ദി ബൾജ് തുടങ്ങിയ പ്രധാന പോരാട്ടങ്ങളിലും ഇവർ പങ്കെടുത്തിരുന്നു. യുദ്ധത്തിന്റെ ഗതിമാറ്റാൻ സഹായിച്ച ഇവർക്ക് പിന്നീട് പ്രസിഡൻഷ്യൽ യൂണിറ്റ് സൈറ്റേഷൻ ബഹുമതി ലഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ കൊറിയ, വിയറ്റ്നാം, ഗൾഫ് യുദ്ധം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലും ഇവർ സേവനമനുഷ്ഠിച്ചിരുന്നു. പെന്റഗൺ നിലവിൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി മൗനം പാലിക്കുമ്പോഴും 82ാം എയർബോൺ ഡിവിഷന്റെ വിന്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങളുമായി പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് പോകുമ്പോഴും ഈ യുദ്ധത്തെ അമേരിക്ക എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതുതന്നെയാണ് ഈ വിന്യാസത്തിലൂടെ വ്യക്തമാകുന്നത്. ട്രംപ് പ്രഖ്യാപിച്ച 5 ദിവസത്തെ ഇടവേള ഇത്തരത്തിലുള്ള സൈനിക വിന്യാസങ്ങൾക്കുള്ള സാവകാശമാകാം, അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗവുമാകാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.